അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 6ാം ക്ലാസ്സിലെ ദുറൂസുൽ അഖായിദ് 12ാമത്തെ ചാപ്റ്ററും അവസാനത്തെ ചാപ്റ്ററുമായ മുർഹു ബിഹുസ്നി തലബ്, അവനോട് മാന്യമായി ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക എന്നർത്ഥം വരുന്ന പാഠം വായിക്കുന്നത്. സയ്യിദ് ഇബ്നു സഅന എന്ന ജൂത പണ്ഡിതൻ പ്രവാചകത്വത്തിന്റെ അടയാളങ്ങളായ പൂർവ്വവേദത്തിൽ പറഞ്ഞ പലതും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് കണ്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് തങ്ങളുടെ സഹിഷ്ണുത അയാൾക്ക് ബോധ്യപ്പെടാനുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം നബിത്തങ്ങളോട് പരുഷമായി പെരുമാറാനുള്ള ഒരു സംഭവം ഉണ്ടാക്കി മാറ്റാണ്. അതായത് അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മജ്‌ലിസിലേക്ക് വന്നു. ആ സമയത്ത് ഒരു ഗ്രാമത്തിലെ ജനങ്ങളെ സഹായിക്കാൻ നബിത്തങ്ങൾ കുറച്ച് പണം ആവശ്യമുണ്ടായിരുന്നു. ആ പ്രയാസം മനസ്സിലാക്കിയ ആ ജൂതൻ 80 മിസ്കാൽ നബിത്തങ്ങൾക്ക് സ്വർണം നിശ്ചിത അവധിക്ക് കടം തരാമെന്നേറ്റു. അങ്ങനെ ആ സമയം തീരുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബയും ഒരു ജനാസംസ്കാര ചടങ്ങിലായിരുന്നു. അങ്ങനെ ആ ജൂതൻ കടന്നു വന്ന് നബി തങ്ങളുടെ മേൽമുണ്ടും കുപ്പായി ഒന്നിച്ച് പിടിച്ചു വലിച്ചു. നബി തങ്ങളോട് പരുഷമായിട്ടാണ് പെരുമാറി പണം ചോദിച്ചത്. ഇത് കണ്ട ഉമർ റളിയല്ലാഹു അൻഹു കോപിതനായി അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടു. അപ്പോ നോക്കണം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാന്തനായി പറഞ്ഞു, ഉമറെ, എനിക്കും ഇദ്ദേഹത്തിനും ഇതല്ല ആവശ്യം, ദേഷ്യപ്പെടലല്ല വേണ്ടത്. നീ അദ്ദേഹത്തോട് മാന്യമായി ചോദിക്ക, എന്നോട് മാന്യമായി തിരിച്ചു കൊടുക്കാൻ പറയാ, ഇതാണ് എനിക്ക് ആവശ്യം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന്റെ പണം തിരിച്ചു നൽകാനും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതിന് പകരമായി തന്നതിനേക്കാൾ അധികം നൽകാനും ഏൽപ്പിച്ചു. അങ്ങനെ ജൂതന് പണം കൊടുത്തതിനേക്കാൾ അധികമായി കിട്ടിയപ്പോ ജൂതൻ കാരണം അന്വേഷിച്ചു. എന്താണ്, ഞാൻ പണം കടം തന്നതിനേക്കാൾ അധികമായി എനിക്ക് തിരിച്ചു തരാനുള്ള കാരണം എന്താണ് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു. ആ വിശദീകരണം കേട്ട് അയാൾ പറഞ്ഞു, പ്രവാചകത്വത്തിന്റെ അടയാളങ്ങളായി പൂർവ്വത്തിൽ പറഞ്ഞ പലതും ഞാൻ മുഹമ്മദിന്റെ മുഖത്ത് കണ്ടിരുന്നു. പക്ഷെ അദ്ദേഹം സഹിഷ്ണുവായിരിക്കും എന്ന് അതും കൂടെ എനിക്ക് ബോധ്യപ്പെടാനുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ എന്തായത് പരുഷമായി പെരുമാറിയത്. ഇപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന് ജൂതൻ അവിടെ മുസ്ലിമാവുകയാണ്. അപ്പൊ ഇവിടെ ജൂതൻ മുസ്ലിമാകാനുള്ള സാഹചര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാന്തമായ പെരുമാറ്റവും ആ സഹിഷ്ണുതയുമാണ് ജൂതനെ മുസ്ലിമാക്കിയത്. ഇങ്ങനെ ധാരാളം ജൂതരും ക്രിസ്ത്യാനികളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെരുമാറ്റം കണ്ട് ആ നല്ല സ്വഭാവം കണ്ട് ഇസ്ലാം വിശ്വസിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പാഠത്തിൽ പറയുന്നത്. നോക്കൂ, വായിക്കാം. ഇത് സയ്യിദ് ഇബ്നു സഅന, ജൂത പുരോഹിതൻ. അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മജ്‌ലിസിലേക്ക് വന്നു. മജ്‌ലിസിന്റെ സദസ്സിലേക്ക്. ഒരു ഗ്രാമത്തിലെ ജനങ്ങളെ സഹായിക്കാൻ കുറച്ച് പണം ആവശ്യമായിരുന്ന സന്ദർഭമായിരുന്നു അത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം മനസ്സിലാക്കിയ ജൂതന് 80 മിസ്കാല സ്വർണം നിശ്ചിത അവധിക്ക് കടം തരാമെന്നേറ്റു. അവധി തീരുന്നതിന്റെ 2 ദിവസം മുമ്പ് തന്നെ അദ്ദേഹം നബി തങ്ങളെ സമീപിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഒരു ജനാദ സംസ്കാര ചടങ്ങിലായിരുന്നു, എന്ന് പറഞ്ഞാൽ മയ്യിത്ത് സംസ്കാര ചടങ്ങിലായിരുന്നു. കൂടെ സ്വഹാബികളുമുണ്ട്. ആ ജൂതൻ കടന്നു വന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽമുണ്ടും കുപ്പായി ഒന്നിച്ച് പിടിച്ചു വലിച്ചു. ഏറെ പരുഷമായി പണം തിരിച്ചു ചോദിച്ചു. ഇത് കണ്ട് കോപിതനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശാന്തനായി പറഞ്ഞു, ഉമർ, എനിക്കും ഇദ്ദേഹത്തിന് ഇതല്ല ആവശ്യം, അദ്ദേഹത്തോട് മാന്യമായി ചോദിക്കാനും എന്നോട് മാന്യമായി തിരിച്ചു കൊടുക്കാനും ആവശ്യപ്പെടുകയാണ് വേണ്ടത്. തുടർന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പണം തിരിച്ചു നൽകാനും അയാളെ ഭീഷണിപ്പെടുത്തിയതിന് പകരമായി കുറച്ചധികം കൊടുക്കാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിച്ചു. കൊടുത്തതിലേറെ തിരിച്ചു കിട്ടിയ അയാള് കാരണം അന്വേഷിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണം കേട്ട അയാൾ പറഞ്ഞു, പ്രവാചകത്വത്തിന്റെ അടയാളങ്ങളായി പൂർവ്വവേദത്തിൽ പറഞ്ഞ പലതും ഞാൻ മുഹമ്മദിന്റെ മുഖത്ത് കണ്ടിരുന്നു. എന്നാൽ അദ്ദേഹം ഇങ്ങനെ സഹിഷ്ണുവായിരിക്കുമെന്ന അടയാളം എനിക്ക് ബോധ്യപ്പെടാനുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ പരുഷമായി പെരുമാറിയത്. ഇപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടിരിക്കുന്നു, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ ധാരാളം ജൂതരും ക്രിസ്ത്യാനികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിച്ചു. അതിൽ പ്രമുഖനായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷണങ്ങൾ തൗറാത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങയെ സാക്ഷിയും സുവിശേഷം അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരും സംരക്ഷകരുമായി നാം നിയോഗിച്ചിരിക്കുന്നു.
അങ്ങ് എന്റെ ദാസനും പ്രവാചകനുമാണ്. മുത്തവക്കിൽ എന്ന് അങ്ങയെ നാം വിളിക്കുന്നു. അങ്ങ് ഗൗരവക്കാരനല്ല, പരുഷ സ്വഭാവയല്ല, അങ്ങാടിയിൽ ഒച്ചവെക്കുന്നവനുമല്ല, തിന്മയെ തിന്മ കൊണ്ട് പ്രതികരിക്കുന്നവനുമല്ല, എന്നാൽ പൊറുക്കുകയും സഹിഷ്ണുത കാണിക്കുകയും ചെയ്യുന്നവനാണ്. തൗറാത്തിലും ഇഞ്ചീലിലും പുരോഹിതന്മാർ മാറ്റത്തിരുത്തലുകൾ വഴി വരുത്തിയിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ചിലത് അതിൽ ബാക്കിയായി എന്നത് അത്ഭുതം തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലദീന തൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും വഇന്ന ഫരീഖം മിൻഹും ലയക്തുമൂനൽ ഹഖ്ഖ വഹും യഅലമൂൻ. വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് സ്വന്തം മക്കൾ അറിയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയാം. നിശ്ചയം അവരിൽ ഒരു വിഭാഗം അറിഞ്ഞുകൊണ്ട് തന്നെ സത്യം മറച്ചു വെക്കുകയാണ്. ഇനി നമുക്ക് ദരിബാത്ത് വായിക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി നെസ്സിൽ മാച്ച് ചെയ്യാനാണ്. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരുഷമായി പെരുമാറി. ലെറ്റർ സി, സയ്യിദ് ഇബ്നു സഅന റളിയല്ലാഹു അൻഹു. 2, ജൂത പുരോഹിതനോട് ദേഷ്യപ്പെട്ടു. ലെറ്റർ ഡി, ഉമർ റളിയല്ലാഹു അൻഹു. 3, പരുഷ സ്വഭാവിയല്ല. ലെറ്റർ ബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 4, തൗറാത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിശേഷണങ്ങൾ മനസ്സിലാക്കി. ലെറ്റർ എ, അബ്ദുല്ലാഹ് ബിൻ സലാം റളിയല്ലാഹു അൻഹു. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നുജീബ്, ഉത്തരം ഏതാനാണ്. ഒന്നാമത്തെ ചോദ്യം, സയ്യിദ് ഇബ്നു സഅന റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ കാരണമെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിഷ്ണുവായിരിക്കും എന്നടയാളം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ട്. 2, പുരോഹിതനോട് ദേഷ്യപ്പെട്ട ഉമർ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്ത്? ഉമർ, എനിക്കും ഇദ്ദേഹത്തിനും ഇതെല്ലാം ആവശ്യം. അദ്ദേഹത്തോട് മാന്യമായി ചോദിക്കാനും എന്നോട് മാന്യമായി തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ് വേണ്ടത്. മൂന്നാമത്തെ ചോദ്യം, വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം. എങ്ങനെ? സ്വന്തം മക്കൾ അറിയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയാം. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി തഖ്സീസ്. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹിഷ്ണുത എന്ന വിഷയത്തിൽ പ്രബന്ധം തയ്യാറാക്കുക. ഇത് സയ്യിദ് ഇബ്നു സഅന, ജൂത പുരോഹിതൻ. അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മജ്ലിസിലേക്ക് വന്നു. മജ്ലിസിന്റെ സദസ്സിലേക്ക്. ഒരു ഗ്രാമത്തിലെ ജനങ്ങളെ സഹായിക്കാൻ കുറച്ച് പണം ആവശ്യമായിരുന്ന സന്ദർഭമായിരുന്നു അത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം മനസ്സിലാക്കിയ ജൂതന് 80 മിസ്കാല സ്വർണം നിശ്ചിത അവധിക്ക് കടം തരാമെന്നേറ്റു. അവധി തീരുന്നതിന്റെ 2 ദിവസം മുമ്പ് തന്നെ അദ്ദേഹം നബി തങ്ങളെ സമീപിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഒരു ജനാദ സംസ്കാര ചടങ്ങിലായിരുന്നു, എന്ന് പറഞ്ഞാൽ മയ്യിത്ത് സംസ്കാര ചടങ്ങിലായിരുന്നു. കൂടെ സ്വഹാബികളുമുണ്ട്. ആ ജൂതൻ കടന്നു വന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽമുണ്ടും കുപ്പായും ഒന്നിച്ച് പിടിച്ചു വലിച്ചു. ഏറെ പരുഷമായി പണം തിരിച്ചു ചോദിച്ചു. ഇത് കണ്ട് കോപിതനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശാന്തനായി പറഞ്ഞു, ഉമർ, എനിക്കും ഇദ്ദേഹത്തിന് ഇതല്ല ആവശ്യം. അദ്ദേഹത്തോട് മാന്യമായി ചോദിക്കാനും എന്നോട് മാന്യമായി തിരിച്ചു കൊടുക്കാനും ആവശ്യപ്പെടുകയാണ് വേണ്ടത്. തുടർന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പണം തിരിച്ചു നൽകാനും അയാളെ ഭീഷണിപ്പെടുത്തിയതിന് പകരമായി കുറച്ചധികം കൊടുക്കാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ചു. കൊടുത്തതിലേറെ തിരിച്ചു കിട്ടിയ അയാള് കാരണം അന്വേഷിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണം കേട്ട അയാൾ പറഞ്ഞു, പ്രവാചകത്വത്തിന്റെ അടയാളങ്ങളായി പൂർവ്വവേദത്തിൽ പറഞ്ഞ പലതും ഞാൻ മുഹമ്മദിന്റെ മുഖത്ത് കണ്ടിരുന്നു. എന്നാൽ അദ്ദേഹം ഇങ്ങനെ സഹിഷ്ണുവായിരിക്കുമെന്ന അടയാളം എനിക്ക് ബോധ്യപ്പെടാനുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ പരുഷമായി പെരുമാറിയത്. ഇപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു. 2, പൂർവ്വവേദങ്ങളിൽ പ്രവാചകന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. ഇങ്ങനെ ധാരാളം ജൂതരും ക്രിസ്ത്യാനികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിച്ചു. അതിൽ പ്രമുഖനായിരുന്നു അബ്ദുല്ലാഹ് ബിൻ സലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷണങ്ങൾ തൗറാത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: അങ്ങയെ സാക്ഷിയും സുവിശേഷം അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരും സംരക്ഷകരുമായി നാം നിയോഗിച്ചിരിക്കുന്നു. അങ്ങ് എന്റെ ദാസനും പ്രവാചകനുമാണ്. മുത്തവക്കിൽ എന്ന് അങ്ങയെ നാം വിളിക്കുന്നു. അങ്ങ് ഗൗരവക്കാരനല്ല, പരുഷ സ്വഭാവയല്ല, അങ്ങാടിയിൽ ഒച്ചവെക്കുന്നവനുമല്ല, തിന്മയെ തിന്മ കൊണ്ട് പ്രതികരിക്കുന്നവനുമല്ല, എന്നാൽ പൊറുക്കുകയും സഹിഷ്ണുത കാണിക്കുകയും ചെയ്യുന്നവനാണ്. തൗറാത്തിലും ഇഞ്ചീലിലും പുരോഹിതന്മാർ മാറ്റത്തിരുത്തലുകൾ വഴി വരുത്തിയിട്ടുണ്ടെങ്കിലും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ചിലത് അതിൽ ബാക്കിയായി എന്നത് അത്ഭുതം തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലദീന തൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും വഇന്ന ഫരീഖം മിൻഹും ലയക്തുമൂനൽ ഹഖ്ഖ വഹും യഅലമൂൻ. വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് സ്വന്തം മക്കൾ അറിയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയാം. നിശ്ചയം അവരിൽ ഒരു വിഭാഗം അറിഞ്ഞുകൊണ്ട് തന്നെ സത്യം മറച്ചു വെക്കുകയാണ്. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതോടുകൂടെ 6ാം ക്ലാസ്സിൽ ദുറൂസുൽ അഖായിദിന്റെ ഫുൾ ചാപ്റ്റേഴ്സും അതിന്റെ തെരീബാത്തും എന്റെ മുസ്തഫ ഹഫി എന്ന ചാനൽ ലഭ്യമാണ്. ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.